ഫോണിൽ റെക്കോർഡായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവരോട് വേണ്ടപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നവരോടാണ് പറയുന്നത്, ഈ രണ്ടു പേരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു പെൺകുട്ടി വിളിച്ചു. ആ പെൺകുട്ടി പറഞ്ഞെന്നറിയാവോ, ചേട്ടാ എനിക്കൊരു കൺഗ്രാറ്റ്സ് ചേട്ടൻ പറയൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്താ കാര്യം പറയൂ. അല്ല ചേട്ടാ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയൂ, ഇതിൽ സെലക്ട് ആകാതിരുന്നതിൽ എനിക്കൊരു കൺഗ്രാറ്റ്സ് പറയൂ എന്ന് പറഞ്ഞൊരു വിളിച്ചൊരു പെൺകുട്ടിയുണ്ട് എന്നെ. അതേപോലെ ഇപ്പൊ എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് പറയാം. ഇപ്പൊ 6 പേരടങ്ങുന്ന ഒരു ഇന്റർവ്യൂ പാനലാണുള്ളത്. 3 പേർ എൻ്റെ മോൾഷൻ്റെയും 3 പേർ ഏഷ്യാനെറ്റിന്റെയും. ഞാൻ വളരെ വ്യക്തമായി എവിടെയും പറയുന്നു, ഏഷ്യാനെറ്റിന്റെ ബിസിനസ് ഹെഡായിട്ടുള്ള കിഷൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഹൈ ക്വാളിറ്റി സ്വഭാവവും അദ്ദേഹത്തിന്റെ ഒരു സ്നേഹവും ഇടപെടലും തന്നെയാണ് എനിക്ക് ഇത്രയും നാളും ഇതൊന്നും പറയണ്ട എന്ന് ഇതിനു മുൻപ് വരെ തോന്നാതിരുന്നൊരു കാര്യം. ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഹോട്ടലിൽ താമസിക്കാൻ പോയപ്പോൾ ആ ഹോട്ടലിന് 1800 രൂപ മുതൽ 2000 രൂപ വരെ കോർപ്പറേറ്റ് സെക്ടറിൽ റെന്റ് കൊടുക്കുന്ന ഒരു ഹോട്ടലിന് എൻ്റെ കയ്യിൽ നിന്ന് 5500 രൂപ പെർ ഡേ എഴുതി 2 ദിവസത്തേക്ക് 11,000 രൂപ എഴുതി ഒപ്പിട്ട് മേടിച്ചതിന്റെ ബില്ല് ഞാൻ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ഇതിനകത്ത് സാമ്പത്തിക തട്ടിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഏഷ്യാനെറ്റിനെ പറ്റിക്കുകയാണ് ഇവരെന്ന് പറഞ്ഞതാണ്. ചാനലിനെയും ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെയും പറ്റിച്ചുകൊണ്ട് പല മത്സരാർത്ഥികൾക്കും യഥാർത്ഥ പൈസ കൊടുക്കാതെ പലരെയും വിളിച്ചിട്ട്, ഇത് സിനിമയിൽ നടക്കുന്ന കാര്യമാണ്. സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാരെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കും. എന്നിട്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ പറയും, എടാ നിനക്ക് അറിയാമല്ലോ, ഇത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഈ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗിച്ചോണം, പിന്നെ പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഒരുവിധപ്പെട്ട പിള്ളേരെല്ലാവരും വരികയും അഭിനയിക്കുകയും പൈസ മേടിക്കാതെ പോവുകയും ചെയ്യും. കാരണം അവർ ഇതിനകത്ത് അവർക്ക് അവസരം കിട്ടിയല്ലോ. പക്ഷേ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ത് ചെയ്യും, 10,000 രൂപ മുതൽ 50,000 രൂപ വരെ എഴുതിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി അയാൾ എഴുതിയെടുക്കും. അതുപോലെ ഒരുപാട് പിള്ളേരെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വിളിക്കും. എന്നിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പൈസ ഒരുപാട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ എഴുതിയെടുക്കാറുണ്ട്. ഞാൻ ഇനി ഒരുപാട് പ്രൊഡക്ഷൻ കൺട്രോളർമാരെന്ന് പറഞ്ഞാൽ എന്നെയാണോ ഉദ്ദേശിച്ചത്, അഖിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വരണം. അഖിൽ കൃത്യമായിട്ട് പറയണം, കേരളത്തിൽ കിടക്കുന്ന എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളർമാരെയും അഖിൽ അങ്ങനെ പറഞ്ഞു എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ അവരവരുടെ പേരങ്ങ് പറഞ്ഞേക്കുക. ഇത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്, നമ്മുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരമമായ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ എല്ലാവരും ഭയപ്പെടുന്നത് ായാലും ജീവിക്കണം എന്ന് പറയുന്ന മറ്റൊരുവൻ എത്ര നശിച്ചാലും വേണ്ടിയില്ല, എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, ഏതൊരു പെൺകുട്ടി നശിച്ചാലും കുഴപ്പമില്ല, എനിക്ക് മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്ന കാര്യങ്ങളാണ്. ഇനി വഴിയിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ചില കാര്യങ്ങൾ പ്രൂഫ് ചോദിക്കും. ഒരു പെൺകുട്ടിയെ ഒരുവൻ ഉപദ്രവിച്ചു, സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കാത്തിടത്തോളം കാലം ആ പെൺകുട്ടി എന്ത് പ്രൂഫാണ് കൊടുക്കുന്നത്? നീയൊക്കെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് സ്നേഹത്തോടു കൂടി പറയുകയാണ്, എന്നെ എതിർക്കുന്നവന്മാരുടെ അടുത്ത് പുച്ഛത്തോടെ പറയുകയാണ്. ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കാത്ത ഒരു പീഡനമാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നതിനപ്പുറം ആ പെൺകുട്ടി എന്ത് പ്രൂഫാ കൊടുക്കുക? ഒരു പെൺകുട്ടി നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ ലൈംഗിക ചേഷ്ടയോടുകൂടി അവന്റെ ലൈംഗിക അവയവം കാണിച്ചു, ആ പെൺകുട്ടി എന്ത് പ്രൂഫാ കൊടുക്കുക? ഒരാളെ തെറി വിളിച്ചു, ആ തെറി വിളിക്കുന്ന കാര്യത്തിന് എന്ത് പ്രൂഫാ കൊടുക്കുക? ഒരാളിപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു വിഷമം പറയുകയാണ്, ചേട്ടാ ഞാൻ സീസണിൽ ഇങ്ങനെ പോയ സമയത്ത് എന്നോട് അയാൾ ഇങ്ങനെ സംസാരിച്ചു, എനിക്കത് ഭയങ്കര വിഷമമായി, ചേട്ടൻ മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ ചേട്ടനോടായതുകൊണ്ടൊന്ന് വിളിച്ച് പറഞ്ഞതാ, പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞാൽ അയാളുടെ വിഷമമാണ് ഞാൻ കേൾക്കുന്നത്. ഇതുപോലെ പല ആൾക്കാരുടെയും പല പ്രശ്നങ്ങളും എന്റെ ചെവി കിടപ്പുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പ്രൂഫാ കൊടുക്കുക? അപ്പൊ പ്രൂഫ് എന്ന് എല്ലാ കാര്യത്തിനൊന്നും പ്രൂഫില്ല. അനുഭവിക്കപ്പെട്ടവനുണ്ട്. അതിനാകെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരക്കാരെ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലകളിൽ ഇവർക്കൊപ്പം പോയിട്ടുള്ള ആൾക്കാർ ഇവരാരും തന്നെ ഒരു കാരണവശാലും ഇനി ഒരു കാരണവശാലും വരത്തില്ല. കാരണം അത്രയേറെ സ്വാധീനങ്ങൾ ഇവർക്കുണ്ട്. അവരത് ചെലുത്തും. അത് ഉപയോഗിച്ചുകൊണ്ട് പലവിധ വർക്കുകളും നമുക്കെതിരെ നടത്തും. പിന്നെ ചോദിക്കുന്നവന്മാർക്കും എനിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ പറയണം, ഇവർക്കെതിരെ നിങ്ങൾ പോയി പറയണം, നിങ്ങൾ ഏഷ്യാനെറ്റിൽ പോയി പറയണം, കംപ്ലൈന്റ് ഇവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ പറയണം. അല്ലെങ്കിൽ എനിക്കിനി ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം ഒരു ചാനലിലെ കാര്യമാണ്, DGPക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ അങ്ങനെ കംപ്ലൈന്റ് കൊടുത്താലും എന്നെ പീഡിപ്പിക്കാത്തോടത്തോളം കാലം എനിക്ക് പോയി അവിടെ മൊഴി കൊടുക്കാൻ പറ്റുമോ? ഇതാരെയും പീഡിപ്പിക്കാമല്ലോ. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പലവിധ കാരണങ്ങൾക്കും ഒത്തുനിന്നു കൊടുത്ത ആൾക്കാർ. പിന്നെ ഇതിനകത്ത് കാശ് മേടിച്ചിട്ട് PR ചെയ്യുന്ന ആൾക്കാരെടുത്തും ഏഷ്യാനെറ്റിന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് PR ചെയ്യുന്ന ആൾക്കാർ, നിന്റെയൊക്കെ അമ്മയെ നിന്റെയൊക്കെ പെങ്ങളെയും ഇവനൊക്കെ പീഡിപ്പിച്ചാലും നീയൊക്കെ കാശ് മേടിച്ച് PR ചെയ്യുന്ന ടീമുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. നിന്നെയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. പേര് പറയണ പേര്, എനിക്കൊരുത്തന്നെ പേര് പറയാം. ഞാൻ എവിടെ പേര് പറയണം? ഞാൻ നിന്റെയൊക്കെ അടുത്ത് പേര് പറയേണ്ട കാര്യം എന്തോ? നിന്റെയൊക്കെ മുന്നിലാണോ ഞാൻ പേര് പറയേണ്ടത്? എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്കറിയാം ഞാൻ പറയുന്നതിനകത്ത് സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നുള്ള കാര്യം.
ആരാ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഏഷ്യാനെറ്റിനകത്ത് 1000 സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 998 സ്റ്റാഫിനും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേദന വരത്തില്ല. ഞാൻ ആർക്കെതിരെയാ പറഞ്ഞെന്നുള്ള കാര്യം ആ 2 പേർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെന്താ പ്രശ്നം? ഏഷ്യാനെറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞോ അഖിൽ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയൂ, ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയൂന്ന്? പറയത്തില്ല. ആ വാട്ട് യു സെഡ് ഈസ് എക്സാക്ട്ലി കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചത്. ഇതുപോലെ പല കാര്യങ്ങളും. അപ്പം നിങ്ങളെ മുന്നിൽ ഈ പേര് വിളിച്ചു പറഞ്ഞ് ഇവരെ പൊതുമധ്യത്തിൽ നാറ്റിക്കാനല്ല എൻ്റെ ഉദ്ദേശം. എനിക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാവും. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരക്കാരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ചാനലിൽ തന്നെ പ്രവർത്തിച്ച ഒരു പെൺകുട്ടി ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും അത് പൊതുമധ്യത്തിൽ വാർത്തയാവുകയും ചെയ്തിട്ട് നീയൊക്കെ എന്തോ കോപ്പി ചെയ്തടാ, ഞാനിപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നിനക്കൊക്കെ എന്തെങ്കിലും നീതി നേടി കൊടുക്കാൻ പറ്റുമോ? പേരുണ്ട് അതിനകത്ത്, നിനക്കൊക്കെ നീതി നേടി കൊടുക്കാൻ പറ്റുമോ? PR-ഉം കോപ്പും കമന്റും കൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് വല്ലവന്റെ കാശും പേടിച്ച് എച്ചിത്തരം കാണിച്ചിട്ട് സ്വന്തം നിന്റെ വായു നല്ലതൊന്നും വരത്തില്ല. നാണവമാനമില്ലാത്ത നാറികളെ നീയൊക്കെ കമന്റ് ഇടാൻ തൊലിക്കാൻ നടക്കുന്നു. ആർക്കെതിരെ ഉണ്ടാക്കാൻ നടക്കുന്നു? ഞാൻ ആർക്ക് വേണ്ടി പറഞ്ഞു? നഷ്ടങ്ങൾ മാത്രം ഏറ്റെടുത്തുകൊണ്ട് സിനിമ പൂർണ്ണമായും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിന് എൻ്റെ ആത്മബോധവും എൻ്റെ നീതിബോധവും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങൾ 100% ശരിയാണെന്നുള്ള ബോധ്യമുണ്ടായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. തെളിവ് ചോദിക്കാൻ നീ ആരാ? നീ കോടതിയാണോ? നീയൊക്കെയാണോ കോടതി? നീ ആരാ എന്നോട് തെളിവ് ചോദിക്കാൻ? തെളിവ് ചോദിക്കേണ്ടവർ ചോദിക്കട്ടെ. ആ സമിതിയുടെ മുമ്പിൽ പോയിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഏഷ്യാന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയട്ടെ, അഖിലേ ആരെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? കാര്യം ഇതിനകത്ത് നാണക്കേട് ആർക്കാ? നിങ്ങൾക്കാണോ? നിന്റെ കുടുംബത്തിലിരിക്കുന്നതിനെ പറ്റിയാണോ ഞാൻ പറഞ്ഞത്?